ഈ 18 ഋഷിമാർ കണ്ടെത്തിയ നോളേജസ് അത് നമ്മൾ അപ്ലൈ ചെയ്യണം. അതാണ് വാസ്തു. വസ്തു എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ എന്ന് പറയും, സാധനം എന്ന് പറയും, ഒബ്ജക്റ്റ്. വസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് വാസ്തു. വാസ്തു അപ്ലൈ ചെയ്യണം. ഏത് അറിവ്? 18 ഋഷിമാർ മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള. നമ്മളെ എപ്പോഴും ജീവിതം തന്നെ തുടങ്ങുന്നത് ഈ ചോദ്യത്തിൽ നിന്നാണ്. വാട്ട് യു വാണ്ട്, തും ക്യാ ചാത്തേ ഹോ, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? അവിടുത്തെ പ്രോപ്പർട്ടി എന്താ? തെക്ക് പടിഞ്ഞാറ് മൂലയിലെ എർത്താണ്, ഭൂമി തത്വമാണ് അവിടെ. വാസ്തു തഥാസ്തു. ഈ സയന്റിഫിക് വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുകയാണ് കന്നിമൂല എന്ന് പറഞ്ഞു. കന്നിമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കന്നിമൂല വലിയ പ്രശ്നമാണ് കേട്ടോ, എന്താണ് നമ്മൾ പറയും. പക്ഷെ അതിന് പകരം അത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. അവിടുത്തെ പ്രോപ്പർട്ടി എന്താ? തെക്ക് പടിഞ്ഞാറ് മൂലയിൽ എർത്താണ്, ഭൂമി തത്വമാണ് അവിടെ. ഇങ്ങനെ അതിനൊരു സയന്റിഫിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. എന്നിട്ട് ആ എലിമെന്റ് അവിടെ വരുത്താൻ എന്താ ചെയ്യുക അത് നോക്കാം. അല്ലാണ്ട് കന്നിമൂല സാറേ ആകെ പ്രശ്ന പൊളിക്കണം എന്നാ പറയണേ, അതല്ല. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഒന്ന് അത് സ്റ്റഡി ചെയ്യുക. അപ്പോൾ എന്നിട്ട് എന്താണ് പറയുക? അത് വാസ്തു തഥാസ്തു. വാസ്തു തഥാസ്തു. തഥാസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയും, അല്ലെ ആമേൻ എന്ന് പറയുന്നത്. ആമേൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പൊ എങ്ങനെ സംഭവിക്കണം എന്ന് ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. അപ്പോ എനിക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ തീരുമാനിച്ചിട്ട് നമ്മളെ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് ഈശ്വരനോട് തഥാസ്തു ആക്കലാണ്. അത് ആമീൻ അല്ലെങ്കിൽ ആമേൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ആദ്യം അതിനും ഒരു സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ആദ്യം ആ വസ്തുവിനെ കുറിച്ച് പഠിക്കണം, പഠനം നടത്തണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞേക്കരുത്. വടക്ക് നോക്കിയൊക്കെ വെച്ച് വെറുതെ അത് കിഴക്കാണെന്നൊന്നും പറഞ്ഞേക്കരുത്. വടക്ക് നോക്കി വെച്ചിട്ട് എന്നെ നോക്കണം, എന്നിട്ട് അത് കിഴക്കാണെന്ന് ഉറപ്പ് വരുത്തണം. അതായത് സയൻറ്റിഫിക്കലി അത് പ്രൂവ് ആണ് അത് കിഴക്കാണെന്ന്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ആ പഠനം നടത്തി പിന്നെ ഈ 18 ഋഷിമാർ കണ്ടെത്തിയ നോളേജസ് അത് നമ്മൾ അപ്ലൈ ചെയ്യണം. അതാണ് വാസ്തു. വസ്തു എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ എന്ന് പറയും, സാധനം എന്ന് പറയും, ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെയാണ് വസ്തു എന്ന് പറയുക. ഇപ്പൊ ഈ കെട്ടിടം എന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്, വസ്തുവാണ്. ആദ്യം ആ വസ്തുവിനെ കുറിച്ച് പഠിക്കണം, എന്നിട്ട് വാസ്തു അപ്ലൈ ചെയ്യണം. വാസ്തു എന്ന് പറഞ്ഞാൽ നോളേജ് അബൌട്ട് ദി വസ്തു. ഈ വസ്തുവിനെ കുറിച്ചിട്ടുള്ള അറിവാണ് യഥാർത്ഥത്തിൽ വാസ്തു. വസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് വാസ്തു. വാസ്തു അപ്ലൈ ചെയ്യണം. ഏത് അറിവ്? 18 ഋഷിമാർ മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള രഹസ്യങ്ങൾ. അത് മെക്കാനിസം ഓഫ് യൂണിവേഴ്സ്, അതായത് യൂണിവേഴ്സിൻ്റെ മെക്കാനിസം. ഇപ്പോൾ നമുക്കൊരു ബൈക്കാണെങ്കിൽ അതിനൊരു മെക്കാനിസം ഉണ്ടാവും, അല്ലേ? അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. അതുമാതിരി തന്നെ ഈ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നതിന് ഒരു മെക്കാനിസം ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ പറയുകയാണ് കന്നിമൂല കട്ടാണ്, ഇപ്പോൾ ഫ്ലാറ്റിലാണ്, എന്താ ചെയ്യുക? അപ്പോഴാണ് നമ്മൾ ഈ വസ്തുവിനെ കുറിച്ച് പഠിക്കണം, എന്നിട്ട് വാസ്തു അപ്ലൈ ചെയ്യണം. എന്നിട്ട് തഥാസ്തു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമ്മളെ എപ്പോഴും ജീവിതം തന്നെ തുടങ്ങുന്നത് ഈ ചോദ്യത്തിൽ നിന്നാണ്. വാട്ട് യു വാണ്ട്, തും ക്യാ ചാത്തേ ഹോ, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഇത് കറക്റ്റ് ചെയ്താലാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ സംശയിച്ചോട്ടെ സാർ, ഇപ്പൊ വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ട്രിക്കുകൾ, ഈ റെമഡിയൽ വാസ്തു, ഇത്തരത്തിലുള്ള അറിവുകൾ പകർന്നു കൊടുക്കുന്നതിന് പ്രത്യേക ക്ലാസ്സുകൾ ഉണ്ട്. അതാണ് ഒരു റെമഡിയൽ വാസ്തു എന്ന് പറഞ്ഞിട്ട് ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം. 3 ദിവസത്തെ പ്രോഗ്രാമാണ്. സെപ്റ്റംബറിൽ വരുന്നുണ്ട്. സെപ്റ്റംബറിൽ ഉണ്ട്. വാസ്തുഭാരതിയായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അടുത്ത മാസം ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിലെന്താണെന്ന് വെച്ചാൽ 3 ദിവസം നമ്മൾ അവിടെ താമസിക്കണം. താമസിച്ചിട്ട് അവിടുത്തെ ഫുഡും അക്കോമഡേഷനും ഒട്ടാകെ കൂടിയായിട്ടാണ്. അത് നമ്മളെ ഈ വെള്ളച്ചാട്ടമുള്ള സ്ഥലമുണ്ട്, ആതിരപ്പള്ളിയാണ് ക്ലാസ്. അത് എപ്പോഴും അങ്ങനെയുള്ളത് സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ളതാണ്. അപ്പൊ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തുനിന്ന് ഒരു 3 ദിവസം എന്താ വലിയ റേഞ്ച് ഒന്നും ഇല്ലാത്ത മൊബൈലിന്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സ്വസ്ഥമായിട്ട് ഈ സബ്ജക്റ്റുമായിട്ട് ഒരു 3 ദിവസം അപ്പൊ ചോദ്യം ചോദിക്കുക, പറയുക. നിശാന്ത് തോപ്പിൽ ഫുൾ ടൈം ഉണ്ടാവും. ഇല്ല, ഞാനൊരു പരിപാടിക്കും പോയില്ല, അതിനായിട്ട് തന്നെ ഇരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അപ്പൊ അവിടുത്തെ ഹോട്ടലിലത്തെ ഭക്ഷണം, ഹോട്ടലിൽ താമസത്തിന്റെ എല്ലാം കൂടി ഉൾപ്പെടെയായിരിക്കും അതിന്റെ ചാർജ് വരിക. എന്റെ ഫീസ് വരും. ക്ലാസ്സുകളൊക്കെ അടുത്ത ബാച്ച് വരുന്നത് ഓഗസ്റ്റ് 15-നാണ്. ഓഗസ്റ്റ് 15-ന് അടുത്ത 1 ഇയർ ഡിപ്ലോമ ഇൻ വേദിക് വാസ്തുശാസ്ത്രം ആരംഭിക്കുന്നുണ്ട്. ഇത് സാധാരണ എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ഉം ജനുവരി 26-ഉം ഇതിനാണ് പുതിയ ബാച്ച്. അപ്പൊ 2 ബാച്ചാണ് ഒരു വർഷത്തിൽ ഉണ്ടാകുക. ഒന്ന് ഓഗസ്റ്റ് 15-ന് സ്റ്റാർട്ട് ചെയ്യും, 2 ജനുവരി 26-ന്. ഇനിയിപ്പോ ആഗസ്റ്റ് 15-ന് അടുത്ത ബാച്ച് ആരംഭിക്കും.
ഓക്കെ, എന്നാലും ഇപ്പൊ ഓഗസ്റ്റ് 15 മുമ്പിൽ സാറിന് കിട്ടാൻ വഴിയില്ല. രജിസ്ട്രേഷൻ ക്യാമ്പിന് മുമ്പ് വരുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും വിശദമായ ഇന്റർവ്യൂകൾ നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും ഇതെന്താണെന്ന് അറിയാം, നമ്മളെ ഈ വാസ്തുശാസ്ത്രം എന്നുള്ള വിഷയം വളരെ വലുതാ. നമ്മള് ഈ ചുറ്റളവിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് മാത്രമല്ല, ഞാൻ ഇടക്കിടക്ക് ചുറ്റളവ് എന്ന് പറയുന്നത് ഒന്ന് വിചാരിക്കേണ്ട കേട്ടോ. അല്ല, പറയാണ് നമ്മൾ അതിൽ നിന്ന് ഈ ശാസ്ത്രം എത്രയോ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക, ശാസ്ത്രം ഉപയോഗപ്പെടുത്തുക, നമ്മൾ വളരുക. സമൃദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ജന്മ അവകാശമാണ്. സംസാരിച്ചാലും തീരാത്തോളം വിഷയങ്ങൾ വാസ്തുശാസ്ത്രമായി ഉണ്ട്. ഞാൻ ഇപ്പൊ ഓരോരോ ദിവസവും പുതിയ പഠിക്കുന്ന ഈ രസം എന്താണെന്ന് പറയാം, ഞാനിപ്പോഴും പഠിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ 21 തരത്തിലുള്ള വാസ്തു സിസ്റ്റംസ് ഞാൻ പഠിച്ചു. എന്നാലും ഇപ്പോഴും ഉണ്ട്. ഇന്ന് രാത്രി ഉണ്ട് ഒരു ക്ലാസ് ഉണ്ട്. ഇപ്പൊ നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ ക്ലാസ് രാത്രിയാ, പാതിരക്കൊക്കെ. ഓക്കെ, അപ്പൊ അവിടുന്ന് പഠിക്കുന്ന അറിവുകളുടെ അംശം പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു, ബാക്കി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. പിന്നെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 1000-കണക്കിന് വിദ്യാർത്ഥികളായി കഴിഞ്ഞു. അവരൊക്കെ തന്നെ ഇപ്പോഴും അവർക്കും ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് ചാനലുണ്ട്, ഇതുപോലെ ഇന്റർവ്യൂ എടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഈശ്വരാനുഗ്രഹം എന്ന് പറയാ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുക, അല്ല നീ ഇതിങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്താൽ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുക? നമ്മളെപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്യലാണ്. ഈ നോളേജ് എത്ര പഠിച്ചാലും, ഒരു ജന്മം മുഴുവൻ പഠിച്ചാലും തീരില്ല, അത്രയുണ്ട്. പിന്നെ അതിൻ്റെ ഓരോ ശാഖകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പുതിയ അറിവ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ അപ്ലിക്കേഷൻ, ഒന്ന് അറിവുണ്ടാകുക എന്നാണ്. 2, ഈ അറിവിനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ കുറച്ച് ട്രിക്ഫുള്ളി ആകണം. ട്രിക്ഫുള്ളി നമ്മൾ അതാണെന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മളെ അനുഭവങ്ങൾ, 10-32 വർഷമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അതിന് ഗുണം ചെയ്യുക. അപ്പൊ നമുക്ക് വേണ്ടതാണ് വെച്ചാൽ, എന്റെ ചോദ്യം ഇതാണ്. ഇപ്പൊ വാസ്തു നോക്കണം, ഓക്കെ റെഡി, വാസ്തു നോക്കാൻ എന്തിനു വേണ്ടിയിട്ടാ വാസ്തു നോക്കണം? ഈ ഒരു ഇതിലാണ് നമ്മൾ പോകേണ്ടത്. വെറുതെ നിശാന്തോപ്പിന് കുറെ പൈസ കൊടുക്കാന്നല്ല, അല്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കാന്നല്ല. എന്തിനു വേണ്ടിയിട്ടാ? വാട്ട് ഈസ് ദ പേർപ്പസ്? തും ക്യാ ചാത്തേ ഹോ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ സാധനം തുടങ്ങുക. അപ്പോൾ ആദ്യം വസ്തുവിനെ കുറിച്ച് പഠിക്കൂ, എന്നിട്ട് വാസ്തു അപ്ലൈ ചെയ്യൂ, എന്നിട്ട് തഥാസ്തു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ഗെറ്റ് ഇറ്റ് ഡൺ ആക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വാസ്തുവാദിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്, പ്രേക്ഷകർക്ക് വിളിക്കാം, സംശയങ്ങൾ തീർക്കാം. ഒരുപാട് പേര് ഇപ്പോഴും, ഇന്നും 2 പേര് വിളിച്ചു സാറിന്റെ നമ്പറിന് വേണ്ടി. തൃശ്ശൂരുള്ള ഒരു വാസ്തുവാചാരനുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാള്. ശരി, അതൊരു നല്ല ലെവലല്ല. ഓക്കെ, ഒപ്പം മഴക്കാലമാണ്, പനി വരാനുള്ള സാധ്യതയുണ്ട്. പ്രേക്ഷകരൊക്കെ സേഫ് ആയിട്ടിരിക്കുക. എനിക്കും പനിയുടെ ഒരു ലക്ഷണമാണെന്ന് തോന്നുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്ക് ഇന്റർവ്യൂകൾ ഉണ്ടായിരുന്നു. പ്രേക്ഷകർ ക്ഷമിക്കുക. വീണ്ടും അടുത്ത വീഡിയോ കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. നമസ്തേ. താങ്ക് യു.